കോവിഡ്-19 മഹാമാരിയേക്കാൾ 20 മടങ്ങ് കൂടുതൽ മരണകാരണമാകാൻ ശേഷിയുള്ള പകർച്ചവ്യാധി ഡിസീസ് എക്സിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ ആഴ്ച സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചേരുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ചർച്ചയാകും. ലോകം കൂടുതൽ മാരകമായ ഒരു മഹാമാരിയെ പ്രതിരോധിക്കണമെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് ഒന്നിലധികം വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ നൂതന ശ്രമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞു. വാക്സിനുകൾ, ഡ്രഗ് തെറാപ്പികൾ, പരിശോധനകൾ എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് യോഗങ്ങൾ നടക്കുന്നത്. ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ തയ്യാറെടുപ്പുകളും അറിവുകളും രോഗത്തെ ചെറുക്കുന്നതിന് പ്രയോജനപ്പെടുത്താനാകും. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പടരാൻ സാധ്യത കൂടുതലായതിനാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയായ വൈറസുകളെ കണ്ടെത്തേണ്ടതുണ്ട്. 2014-2016 പശ്ചിമാഫ്രിക്കയിലെ എബോള പകർച്ചവ്യാധി എക്സ് രോഗത്തിന് പ്രസക്തമായ ആദ്യകാല ക്രോസ് കട്ടിംഗ് R&D തയ്യാറെടുപ്പ് സാധ്യമാക്കുന്നതിനുള്ള പ്രധാന കാരണമായി ലോകാരോഗ്യ സംഘടന പറയുന്നു. എബോളയെ നേരിടാൻ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ 11,000 ജീവൻ നഷ്ടപ്പെട്ടതായി ആഗോള ആരോഗ്യ ഏജൻസി വ്യക്തമാക്കുന്നു. ലോകാരോഗ്യ സംഘടന പിന്നീട് മുൻഗണനാ രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തിറക്കുകയും ഈ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആവശ്യ സേവനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് ഒരു R&D ബ്ലൂ പ്രിന്റ് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കോവിഡ്-19, ക്രിമിയൻ കോംഗോ ഹെമറാജിക് ഫീവർ, മാർബർഗ് വൈറസ്, ലെസ ഫീവർ, സാർസ, നിപ്പ, റിഫ്റ്റ് വാലി ഫീവർ, സിക്ക, എക്സ് എന്നിവയാണ് ലോകാരോഗ്യ സംഘടനയുടെ മുൻഗണനാ പട്ടികയിലെ രോഗങ്ങൾ. അതേസമയം കോവിഡ്-19 വൈറസിന്റെ ആക്രമണത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെമ്പാടും വലിയ തരംഗം തീർത്ത കോവിഡ് ഇപ്പോൾ വലിയ തോതിൽ പിന്മാറ്റം നടത്തിയെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ഉണ്ട്. കോവിഡ് വൈറസിന്റെ വ്യാപനവും രോഗികളുടെ എണ്ണവും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി രാജ്യത്തുടനീളം ശ്വാസകോശ അണുബാധയുടെ വർധനവ് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളും ഉയർന്ന തോതിലുള്ള മലിനീകരണവുമാണ് ഇതിന് അടിസ്ഥാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, നെഞ്ചിലെ അസ്വസ്ഥത എന്നിവയുമാണ് മിക്ക രോഗങ്ങളും ക്ലിനിക്കുകളിൽ എത്തുന്നത്. പുതിയ JN1 വേരിയന്റ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിരീക്ഷണം വർദ്ധിച്ചതോടെ കോവിഡ്-19 ആശങ്കാജനകമായി തുടർന്ന സാഹചര്യത്തിൽ തന്നെ ഇൻഫ്ലുവൻസ, RSV, അഡനോവൈറസ്, റിനോവൈറസ്, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ എന്നിവയും പ്രചരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, പനി, ചുമ തുടങ്ങിയ മുകളിലെ ശ്വാസകോശ സംബന്ധമായ അണുബാധകളുടെ സാധാരണ ലക്ഷണങ്ങൾക്ക് പുറമെ ഓക്സിജന്റെ അളവ് കുറവും ശ്വാസതടസ്സം, ന്യൂമോണിയ എന്നിവയുമായാണ് രോഗികൾ ആശുപത്രികളിൽ എത്തുന്നത്. ഇതിൽ മിക്കവർക്കും കോവിഡ്-19, ഇൻഫ്ലുവൻസ, H1N1 എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ കോവിഡ് അണുബാധ മൂലം ശ്വാസകോശ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ സ്ഥിതി താഴ്ന്ന താപനിലയിലും ഉയർന്ന മലിനീകരണ തോതും മൂലം കൂടുതൽ വഷളാവുകയാണ്. രോഗികൾക്കിടയിൽ വില്ലൻ ചുമയും ബ്രോങ്കൈറ്റിസും കാണപ്പെടുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ചെയ്യേണ്ടത് ഇപ്രകാരം: മതിയായ വിശ്രമമെടുക്കുക, വീടിന് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നത് തടയും. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ പടരുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കാം. അതേസമയം ഉയർന്ന പനി 2 ദിവസത്തിൽ കൂടുതൽ തുടരുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. പനി നിയന്ത്രിക്കാൻ പാരസെറ്റമോൾ പോലുള്ള ആന്റിപൈററ്റിക്സ്, നീരാവി ശ്വസിക്കുന്നത്, ചൂടുവെള്ളം, ഉപ്പുവെള്ളം ഉപയോഗിച്ച് തൊണ്ട കഴുകുന്നത് പോലെ മിക്ക രോഗങ്ങൾക്കും സപ്പോർട്ടീവ് കെയർ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ആന്റിബയോട്ടിക് ചികിത്സയുടെ ആവശ്യം പലർക്കും വരുന്നില്ല. അതിനാൽ അണുബാധയുള്ളവർക്ക് ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായതിനാൽ ആളുകൾ അവ വാങ്ങിക്കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ആന്റിവൈറലുകൾക്ക് മാത്രമേ വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പാരസെറ്റമോളിനോട് ശരീരം പ്രതികരിക്കുന്നത് നിർത്തുകയോ ശ്വാസതടസ്സം, ഉയർന്ന പനിയും ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക. പ്രായമായവർ, വളരെ ചെറുപ്പക്കാർ, ഗർഭിണികൾ, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, വിട്ടുമാറാത്ത ഹൃദയ, ശ്വാസകോശ, വൃക്ക രോഗങ്ങൾ ഉള്ളവർ എന്നിവരാണ് ഈ അവസ്ഥയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ആശുപത്രിയിൽ പ്രവേശിച്ച മിക്ക രോഗികളും ശ്വാസകോശ സംബന്ധമായ അസുഖം ഉള്ളവരാണെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു.
വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അവസ്ഥകളുള്ള ആളുകൾക്ക് പനിയുടെയും മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകളുടെയും ഗുരുതരമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു. രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക, ഹസ്തദാനം ഒഴിവാക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുക വഴി രോഗത്തെ അകറ്റി നിർത്തുക എന്നതാണ് ഏക മാർഗം. അപകട സാധ്യതയുള്ളവർ പനി സീസണുകളിൽ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം.